ഏതായാലും കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് PSCയുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുന്നത്. അത് വലിയ ഗുരുതരമായ തെറ്റാണ്. PSC അഥവാ പബ്ലിക് സർവീസ് കമ്മീഷൻ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളുടെ സ്വപ്നം. എന്നാൽ ആ വിശ്വാസ്യതയിൽ വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് ഇപ്പോൾ വലിയൊരു ക്രമക്കേടിന്റെ വാർത്തയാണ് പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത്. പോലീസ് അന്വേഷണത്തിനു പുറമെ അന്വേഷണ കമ്മീഷനെ കൂടി വയ്ക്കണം എന്നുള്ളതാണ് പൊതുജനങ്ങളിൽ നിന്നുള്ള അഭിപ്രായം. ഒരു സർക്കാരിന്റെ ഭരണകാലത്ത് നടന്ന അഴിമതിയെക്കുറിച്ച് മറ്റൊരു സർക്കാർ അന്വേഷിക്കുമ്പോൾ അതിൽ എത്രമാത്രം സത്യസന്ധമായി ഉദ്യോഗസ്ഥർ സഹകരിക്കുന്നു എന്നുള്ളതാണ് ഇനിയുള്ള വിഷയം. അന്വേഷണം ഏജൻസിക്ക് വിവരങ്ങൾ കൈമാറേണ്ട ഉദ്യോഗസ്ഥർ അവരുടെ രാഷ്ട്രീയ ഗുണം കാണിച്ചില്ലെങ്കിൽ ഈ വിഷയത്തിൽ പലർക്കും നീതി ലഭിക്കും. ഇനി വരാൻ പോകുന്നത് യൂണിയൻ ഇടപെടലുകളും രാഷ്ട്രീയ ഇടപെടലുകളും ആയിരിക്കും. കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടിരിക്കുന്നത് ഭരണം മാറി മറ്റൊരു മുന്നണി അധികാരത്തിൽ വരുമ്പോൾ ഇരു മുന്നണികളും പരസ്പരം തെളിയിക്കപ്പെട്ട ആരോപണങ്ങളും അഴിമതികളും വളരെ കുറവാണ്. അവർ പരസ്പരം ഒരു അഡ്ജസ്റ്റ്മെന്റാണ് എന്ന് കാലം തെളിയിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ടുതന്നെ ഈ കേസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് പ്രതീക്ഷയോടെ ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന അല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്യുന്ന ഒരു യുവജന സമൂഹത്തിന്റെ പ്രതീക്ഷകൾ അട്ടിമറിച്ച ഒരു സർക്കാരിന്റെ അഴിമതിക്കെതിരെ എന്ത് നടപടിയെടുക്കും എന്നുള്ളതാണ്. PSC നടത്തിയ വിവിധ പരീക്ഷകളെ ക്രമക്കേട് നടന്നതായി ആരോപിച്ച് പരാതി പ്രളയമാണ്. ഔദ്യോഗികമായി അന്വേഷണം തുടങ്ങുന്നതിനു മുൻപേ തന്നെ ഫോൺ വഴിയും മറ്റും 10ലേറെ പരാതികൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചു കഴിഞ്ഞു. KSC പരീക്ഷ ഉൾപ്പെടെ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ നടന്ന പ്രധാന പരീക്ഷകളെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് ഇതിനായി രൂപീകരിച്ചിരിക്കുന്നത്. പരാതിക്കാരുടെ മൊഴി രേഖപ്പെടുത്തുന്നതാണ് അന്വേഷണത്തിന്റെ ആദ്യഘട്ടം. റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചവർ പോലും അപ്രതീക്ഷിതമായി അഭിമുഖത്തിൽ പുറത്താക്കപ്പെടുന്നു എന്ന ഉദ്യോഗാർത്ഥികളുടെ പരാതി ഗൗരവകരമാണ്. PSCയുടെ വിശ്വാസ്യത തിരിച്ചുപിടിക്കുമെന്ന് മുഖ്യമന്ത്രി തന്നെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ വരും ദിവസങ്ങളെ ഈ അന്വേഷണം കൂടുതൽ പരീക്ഷകളിലേക്ക് നീളുമെന്നാണ് സൂചന. വർഷങ്ങളോളം കഠിനാധ്വാനം ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നീതി ലഭിക്കുമോ? ഒരു മുന്നണി സംവിധാനം മറ്റൊരു മുന്നണി സംവിധാനത്തെ അഴിമതിയിൽ സഹായിക്കുമോ? ജനങ്ങൾക്ക് ഇരുമുന്നണികൾക്കും എതിരെ തെരുവിൽ ഇറങ്ങേണ്ടി വരുമോ? എന്തായാലും കാത്തിരുന്നു കാണാം. പുതിയ വിഷയവുമായി വീണ്ടും കാണാം.